എൻ്റെ സഹോദരരെ, മറ്റുള്ളവർ നിങ്ങളെ ദ്രോഹിക്കുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. ദുഷ്ടരെ കൊണ്ട് നിങ്ങൾ അസ്വസ്ഥരാണോ? എന്നാൽ നിങ്ങൾ ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർക്ക് എന്ത് സംഭവിക്കുമെന്നും നിങ്ങൾ എന്ത് ചെയ്യണമെന്നും നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നമ്മോട് ഇങ്ങനെ പറയുന്നു: ദുഷ്ടരെ കൊണ്ട് നീ അസ്വസ്ഥരാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവൻ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതരായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. നോക്കൂ, ഇതാണ് നമുക്ക് ദൈവം തരുന്ന സന്ദേശം. ഇനി എന്തിന് നമ്മൾ അസ്വസ്ഥരാകുന്നു? എല്ലാം നമ്മുടെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് നമുക്ക് കർത്താവിൽ ആനന്ദിക്കാം. എല്ലാം ദൈവം നോക്കിക്കൊള്ളും. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.